തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനവർഷത്തിലെ ബൈബിൾ ക്ലാസിൻ്റെ പരമ്പരയിൽ വിജ്ഞാന സാഹിത്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പൊതുവായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുഭാഷിതങ്ങളെക്കുറിച്ച് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് വേറൊരു വിജ്ഞാന പുസ്തകം, അതും വളരെ ദീർഘമായ പ്രതിപാദ്യങ്ങളുള്ള പുസ്തകമായത് കാരണം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓരോ വാക്യം എടുത്ത് പറയാൻ പറ്റില്ല. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയുക. ജോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്, ലോക സാഹിത്യത്തിൽ കടന്നു വന്നിട്ടുള്ള ബൈബിളിലെ 73 പുസ്തകങ്ങളിൽ ഏക പുസ്തകം ജോബാണ്. ശരിക്കും മനസ്സിലാക്കുക, ലോക സാഹിത്യം, വേൾഡ് ക്ലാസിക് എന്ന് പറയാവുന്ന ഏക ബൈബിളിലെ പുസ്തകം ജോബിൻ്റെ പുസ്തകമാണ്. എന്തുകൊണ്ടായിരിക്കാം? മനുഷ്യകുലത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് സഹനം, പ്രത്യേകിച്ച് സഫറിങ് ഓഫ് ദ ഇന്നസെൻറ്റ്. നിഷ്കളങ്കരായ കുട്ടികൾ എന്തിനു സഹിക്കണം? പാപം ചെയ്തിട്ടില്ലാത്ത നീതിമാന്മാരായ മനുഷ്യർ എന്തിനു സഹിക്കണം? ഇത് ലോകാരംഭം മുതൽ ഇന്ന് വരെ മനുഷ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നിനും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുമില്ല. അപ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ അലട്ടുന്ന ഈ ചോദ്യത്തിന് ഏതാണ്ട് ഒരു ഉത്തരം കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു കഥയാണ് ജോബിൻ്റെ കഥ. അത് പരിപൂർണമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഈ ജോബിൻ്റെ പുസ്തകം എഴുതിയ മനുഷ്യന് ചില ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ അന്തരാളങ്ങളിലുള്ള ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ്. ജോബ് എഴുതപ്പെട്ടത് BC 7-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ ആണ് എന്ന് പറയപ്പെടുന്നു. 5-ാം നൂറ്റാണ്ട് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുവാട്ട്, ജോബിൻ്റെ രാജ്യം പറഞ്ഞാണ് തുടങ്ങുക. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. എവിടെയാണ് ഈ ഊസ് എന്നുള്ളതും തർക്കവിഷയമാണ്. എങ്കിലും അത് ഇസ്രായേലിലല്ല, അത് അറേബ്യയിലുള്ള, സൗദി അറേബ്യയിലുള്ള അല്ലെങ്കിൽ ഏദോം, അതായത് ജോർദാൻ നദിക്ക് കിഴക്കുള്ള മലമ്പ്രദേശത്തുള്ള ഒരു സ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഗൾഫ് ഓഫ് അക്കബ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇപ്പോൾ ഹൂതികളൊക്കെ യുദ്ധം ചെയ്യുന്ന ആ പ്രദേശങ്ങൾ ഒക്കെ ആയിരിക്കണം. അവിടെ ഒരു ജോബിനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഒരു ഷെയ്ഖിനെ പോലെയാണ്. വളരെ ധനികനായിരുന്ന ഒരു മനുഷ്യൻ, വളരെ പ്രാഭവമുള്ള ശക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വത്ത് പറയുന്നത് ബാങ്ക് ബാലൻസ് വെച്ചല്ല, അന്ന് ബാങ്കില്ലായിരുന്നു. അന്ന് പറയുന്നത് അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷെയ്ഖാണ്, ഒരു സെമി രാജാവ്.
അല്ലെങ്കിൽ ഇത്രയധികം സ്വത്ത് എങ്ങനെയാണ് സമ്പാദിക്കാൻ പറ്റുക? പിന്നെ പറയുന്നു, അവന് 10 മക്കളുണ്ടായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ വളരെ ഒരു ന്യൂമറസ് ഫാമിലി, നല്ല അംഗസംഖ്യയുള്ള ഒരു കുടുംബം. അതും സ്വത്തിൻ്റെ പവറിൻ്റെ ഒരു ശക്തിയായിരുന്നു. പഴയകാലത്ത് പല ഭാര്യമാരും ഉണ്ടായിരുന്നു. നമുക്കറിയാം, സോളമൻ്റെ ഭാര്യമാരുടെ എണ്ണം പറയുന്നത് ഭാര്യമാർ 700, വെപ്പാട്ടികൾ കോൺക്യുബൈൻസ് 300. ഞാനൊരിക്കൽ റാന്നിയിൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു വല്യപ്പ എഴുന്നേറ്റ് പറഞ്ഞു, ഒരു ഭാര്യയെ മാനേജ് ചെയ്യാൻ പാടാം, പിന്നെ ഇയാളെങ്ങനെ 1000 ഭാര്യ മാനേജ് ചെയ്തതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാവരും ഇതുപോലെ നമ്മുടെ ഈ മുഗൾ രാജവംശം ഉണ്ടായിരുന്നു. ആഗ്രയിൽ ചെന്നപ്പോൾ അവിടെ അന്നത്തെ അക്ബർ ചക്രവർത്തിക്ക് ഒരു ഹാരം ഉണ്ടായിരുന്നു. അതിൽ 1200 പെണ്ണുങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് ഒരു രാജാവ്, ഒരു എംപറർ, ചക്രവർത്തിക്ക് ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അന്നത്തെ കാലത്ത് ഒരു ക്രെഡിറ്റാണ്. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കീർത്തി പരന്നിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആടുമാടുകളുടെയും മക്കളുടെയും ഒക്കെ കഥ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ ഈ ദേവപുത്രന്മാരുടെ സദസ്സിൽ ഒരു ദിവസം സാത്താനും വന്നുകൂടി. അവനോട് കർത്താവ് ചോദിച്ചത്, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലൂടെ മൊത്തം കറങ്ങുമായിരുന്നു. അപ്പോൾ അവനോട് ചോദിക്കുന്നു, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നകന്ന് ജീവിക്കുന്നവനായിട്ട് ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ഇത് ദൈവം കൊടുത്ത വലിയൊരു സർട്ടിഫിക്കറ്റാണ്. വേറെ ആരെയും കുറിച്ച് ബൈബിളിൽ ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞിട്ടില്ല. അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നകന്ന് ജീവിക്കുന്നവനായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ജോബ് പിശാച് തിരിച്ചടിക്കുന്നു. അവൻ ഉടനെ പറഞ്ഞു, ജോബ് ശരിയാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ആളാണ്. പക്ഷേ അവൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നീ അവന് ധാരാളം സമ്പത്തും സ്വത്തുക്കളും കീർത്തിയും ഒക്കെ കൊടുത്തു. നീ അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി നീ തന്നെ അവനെ സംരക്ഷിക്കുന്നു. എന്നാൽ ഈ സംരക്ഷണം ഒന്ന് എടുത്തു മാറ്റുക, അവൻ നിന്നെ ശപിക്കും. ഇതാണ് പിശാചിൻ്റെ വെല്ലുവിളി. അപ്പോൾ ആ വെല്ലുവിളിക്ക് ദൈവം സമ്മതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ അവൻ്റെ സമ്പത്തും സ്വത്തുക്കളും മക്കളെയും എല്ലാം എടുത്തു മാറ്റുക, പക്ഷെ അവൻ്റെ ജീവനെ മാത്രം നീ തൊടരുത്. അങ്ങനെ പിന്നീട് വരുന്നത് ഒരു വേലക്കാരന്മാർ ഓരോരുത്തരായിട്ട് വരുന്നു. അവർ പറയുന്നു, ഞാൻ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കൊള്ളക്കാർ വന്നു. അവർ ആടുകളെ കാളകളെയും കഴുതകളെയൊക്കെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി. ഞാൻ മാത്രം രക്ഷപ്പെട്ട് നിന്നോട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വേറൊരാൾ ഓടി വന്ന് പറയുന്നു, ഞാൻ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു വലിയ ഇടിമിന്നലുണ്ടായിട്ട് ആയിരക്കണക്കിന് ആടുകൾ ചത്തുപോയി, കരിഞ്ഞുപോയി. വേറൊരാൾ പറയുന്നു, നിൻ്റെ മക്കള് ഒരു വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ വിരുന്ന് നടക്കുമ്പോൾ ഭയങ്കരമായൊരു കൊടുങ്കാറ്റടിച്ച് ആ വീട് നിലം പൊത്തി, അതോടൊപ്പം നിൻ്റെ മക്കളെല്ലാവരും മരിച്ചു. ഇങ്ങനെ ഓരോ ദുഃഖവാർത്ത വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ദൈവം
അവൻ പിശാചിനെ വെല്ലുവിളിച്ചു. വെല്ലുവിളി പിശാച് ഏറ്റെടുത്തു. അവനിൽ നിന്ന് അവൻ്റെ സമ്പത്തും, അതായത് സമ്പത്തിന് ചുറ്റുമുള്ള വേലിക്കെട്ടും എല്ലാം എടുത്തു മാറ്റി. അങ്ങനെ അവൻ ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് നമ്മൾ സാധാരണ മരണസമയത്തൊക്കെ പറയാറുള്ള ഒരു വാക്യമാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ഇതൊന്നും ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നതല്ല, ഇതെല്ലാം ദൈവം എനിക്ക് തന്നതാണ്. ഈ തന്ന ദൈവത്തിന് തന്നെ ഇതെടുക്കാനും തിരിച്ചെടുക്കാനും അവകാശമുണ്ട്. അതുകൊണ്ട് അവനെടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. അപ്പോൾ എല്ലാവരും നഗ്നരായിട്ടാണ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്, അവർ നഗ്നരായിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യകുലത്തിന് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവൻ സ്വയം ആശ്വസിപ്പിക്കും. അതിനുശേഷം നമുക്ക് അറിയാവുന്ന വിഷയമാണ്, പിശാച് ഒന്നുകൂടെ വെല്ലുവിളിച്ചിട്ട് ഇവൻ്റെ ദേഹത്ത് തൊട്ടാൽ അവന് തിരിച്ചടിക്കും. അതുകൊണ്ട് അവൻ്റെ വിശ്വസ്തത ഒന്നുകൂടെ പരീക്ഷിക്കാൻ വേണ്ടി അവന് കുഷ്ഠരോഗം വരുത്തുന്നു. കുഷ്ഠരോഗത്തിൻ്റെ ഫലമായിട്ട് കുഷ്ഠരോഗം വരുന്നവരെ വീട്ടിൽ പാർപ്പിക്കുകയില്ല, അവരെ പുറത്തുപോയി കുടിൽ കെട്ടി താമസിക്കണം. അപ്പോൾ ഒരിക്കൽ ഇവന് കുഷ്ഠം വന്നിട്ട് ചൊറിച്ചിൽ സഹിക്കുക വയ്യാതെ പൊട്ടിയ ഒരു ഓടിൻ്റെ കഷ്ണം എടുത്തവൻ ഇങ്ങനെ ദേഹം ചരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ നീതിമാനായിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടായോ? നീ ദൈവത്തെ എല്ലാ ദിവസവും ആരാധിച്ചു, വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ദൈവത്തെ ശപിക്കുക, എന്നിട്ട് പോയി തൊലയുക. സ്വന്തം ഭാര്യയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. കേഴ്സ് ഗോഡ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ പോയി തൊലയൂ. നീ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊരു ഭാരമാണ്, നിന്നെ കാണുന്നത് തന്നെ ഭാരമാണ്. അങ്ങനെ സർവരാലും പരിത്യക്തനായി, ഒരു കുഷ്ഠരോഗിയായി, ബലഹീനനായി അവനിരിക്കുമ്പോൾ ഈ പഴയകാലത്തെ ഷെയ്ക്കിൻ്റെ കൂട്ടുകാർ, അവരും ഒരുമാതിരി ഷെയ്ക്കന്മാരായിരിക്കണം. അതിൽ 3 സ്നേഹിതന്മാർ വരികയാണ്. എലിഫാസ്, ബിൽദാദ്, സോഫാർ. ഈ 3 കൂട്ടുകാർ വന്നിട്ട് പറയുകയാണ്, ദൈവം നീതിമാനാണ്, ദൈവം ആരെയും വെറുതെ ശിക്ഷിക്കാറില്ല. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കൊടിയ ശിക്ഷ നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തത് നീ അംഗീകരിക്കുക, അതിനെക്കുറിച്ച് അനുദപിക്കുക, ദൈവം നിനക്ക് മാപ്പ് തരും എന്നും പറഞ്ഞിട്ട് ഒരു ഉപദേശത്തിൻ്റെ പരമ്പരയാണ്. അപ്പോൾ ഇത് ഒരു ബോറിംഗ് ആയിട്ടുള്ള പുസ്തകം കൂടിയാണ്. അത് വായിച്ചു പോകാൻ വലിയ കട്ടിയാണ്. കാരണം ഇതൊരു ഫിലോസഫർമാർ, തത്വജ്ഞാനികൾ വാദിക്കുന്ന പോലെയാണ് ജോബിൻ്റെയും കൂട്ടുകാരുടെയും വാദം. കോടതിയിൽ വക്കീലന്മാർ വാദിക്കുന്ന പോലെ ഓരോ പോയിൻ്റ് പറഞ്ഞ് അവർ വാദിക്കുവാണ്. അപ്പോൾ പിന്നീടുള്ളതെല്ലാം വാദങ്ങളാണ്. അപ്പോൾ ജോബ് പരാതി പറയുന്നുണ്ട്. അപ്പോൾ എലിഫാസ് പ്രഭാഷണം പറയുന്നു, ജോബ് തിരിച്ചു പറയുന്നു. അങ്ങനെ ജോബ് തന്നെ ശപിക്കുന്നുണ്ട്. അവൻ പറയുന്നു, മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ, അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ. 7-ാം അധ്യായമാണ് ഞാൻ വായിക്കുക. അടിമ തണലിന് വേണ്ടി എന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി എന്ന പോലെയും ശൂന്യതയുടെ ദിവസങ്ങളും ദുരിതത്തിൻ്റെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാകുക എന്നാണ് ഞാൻ ചിന്തിക്കുക. എൻ്റെ രാത്രി നീണ്ടതാണ്, പുഴുക്കളും മാലിന്യവും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. എൻ്റെ തൊലി വിണ്ടുകീറി ചലമൊലിക്കുന്നു. എൻ്റെ ദിനങ്ങൾ
നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു, പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് നിരാശയുടെ പ്രകടനങ്ങളാണ്. അപ്പോൾ ഈ നിരാശ ഒക്കെ വിടുന്ന വേറെ ഭാഗമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവൻ്റെ ചിന്ത ഏതെല്ലാം രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് പറയുന്നു. 9-ാം അധ്യായം 21-ാം വാക്യം, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു. ഇപ്പോൾ ഈ അവസാനം വരെ ജോബ് തൻ്റെ ഇന്നസെൻസ് ഡിഫെൻഡ് ചെയ്യുകയാണ്, തൻ്റെ നിഷ്കളങ്കത അവൻ സമർത്ഥിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ എലിഫാസുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമുക്കില്ലല്ലോ. ഇവിടെ അമ്പയർ, നമ്മൾ ഫുട്ബോൾ കളിക്കും മറ്റു കളിക്കുമൊക്കെ ബാസ്കറ്റ്ബോൾ കളിക്കും അമ്പയർ ഉണ്ട്. നമ്മുടെ ഈ ചർച്ച നിയന്ത്രിക്കാൻ, നമ്മുടെ വാദഗതികൾ നിയന്ത്രിക്കാൻ ഒരു അമ്പയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. പിന്നീട് 19-ാം അധ്യായത്തിൽ ആരാണ് ഈ അമ്പയറെന്നും ആരാണ് ന്യായം നടത്തുന്നതെന്നും ഒന്ന് പിന്നീട് ജോബ് പറയുന്നുണ്ട്. 14-ാം അധ്യായം 7-ാം വാക്യം, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളംചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു നിരാശയുടെ എക്സ്പ്രഷൻ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല. ഒരു മരം വെട്ടിയാൽ അടുത്ത മഴയ്ക്ക് അതിൻ്റെ വേരിൽ നിന്ന് മറ്റ് ചെടികൾ പൊട്ടി കിളിക്കും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും, ഇളംചെടി പോലെ ശാഖ പുറപ്പെടുവിക്കും. ഒരു മരത്തിന് പോലും അതൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും കാണത്തില്ല എന്നാണ് പറയുന്നത്. 15-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ? തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല, അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. ഇത് എലിഫാസ് പറയുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ എവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും അവന് വിശ്വാസം അർപ്പിക്കുന്നില്ല, അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല. അപ്പോൾ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പരിശുദ്ധനാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ആരാണ് നീ നിഷ്കളങ്കനാണെന്ന് നീ പറയുന്നു, പക്ഷേ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിഷ്കളങ്കനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുക. ഇനിയും പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും, അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. പലപ്പോഴും പഴയ നിയമത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു ദർശനമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് പുതിയ നിയമത്തിൻ്റെ വകയാണെന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. പഴയ നിയമത്തിൽ പോലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എനിക്ക് ന്യായം നടത്തി, ജോബാണ് പറയുന്നത്, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നു. മൈ റെഡീമർ ലീവ്സ്. അപ്പോൾ അവൻ
ജീവനുള്ളിടത്തോളം, ജീവനുള്ള ദൈവം ഉള്ളിടത്തോളം കാലം അവൻ എനിക്ക് വേണ്ടി വാദിക്കും, എനിക്ക് വേണ്ടി ന്യായം നടത്തിത്തരും, അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളും. എൻ്റെ ചർമ്മം അഴുകി, അതായത് കുഷ്ഠരോഗം മൂലം അതിൽ അഴുകിപ്പോയാലും ബാക്കിയുള്ള എൻ്റെ മാംസത്തിൽ നിന്ന് നേരിട്ട് ഞാൻ ദൈവത്തെ കാണും എന്ന് പറയുന്നത് ഒരു മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമല്ലാതെ വേറൊന്നുമല്ല. ഇതുപോലെ നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ട് ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കുന്നു, നീതിമാന്മാർ സഹിക്കുന്നു. ഇത് വിസ്ഡം ലിറ്ററേച്ചറിലെ ഒരു വേദന, അതായത് നിഷ്കളങ്കരായ മനുഷ്യരുടെ വേദന, ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. 21 അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ, ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്, അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്, സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു, അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചിട്ടില്ല, അവരുടെ കാളകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു, അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു, അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു, അവർ വീണയും തമ്പുരും മിട്ടി പാടുകയും കുഴൽനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു, അവർ ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിക്കുന്നു, സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു, അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ്, അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം. ഇത് ദുഷ്ടന്മാർ പറയുന്നത് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം. വേണമെങ്കിൽ നിരീശ്വരന്മാർക്ക് ഈ വാക്യം എടുത്ത് കോട്ട് ചെയ്യാം. ഇത് ഒരു കൊട്ടേഷനാണ്, ദുഷ്ടന്മാർ പറയുന്നതാണ്. അപ്പോൾ ദുഷ്ടന്മാർ ദൈവത്തെ ഒന്നും വകവയ്ക്കാതെ ജീവിക്കുകയും അവർ പന പോലെ വളരുകയും ചെയ്യുന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും അനേക തലമുറകൾ വരെ അവർക്ക് കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. അവരുടെ സമ്പത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. അവർ അതിൽ സന്തോഷിച്ച് മതിക്കുന്നു. എന്നിട്ട് അവർ സമാധാനത്തോടെ മരിക്കുന്നു. എന്തുകൊണ്ട് ദുഷ്ടൻ ഇതുപോലെ ഐശ്വര്യത്തോടെ വളരുന്നു, നീതിമാന് സഹനമുണ്ടാകുന്നു? ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് വായിക്കുക. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നീണ്ട വാഗ്വാദം ഈ 3 സുഹൃത്തുക്കൾ. അതിനുശേഷം ഒരു സുഹൃത്തുകൂടി അവസാനം, ആദ്യം വന്നത് എലിഫാസ് ആണെങ്കിൽ 4മതൊരാൾ എലിയൂദ് എന്ന് പറയുന്ന ഒരാളും അവസാനം വന്ന എലിഹു 32 അധ്യായത്തിൽ അയാളും വന്ന് ചേർന്നിട്ട് ഈ ജോബിന് എതിരായിട്ട് വാദിക്കുന്നുണ്ട്. 33:23 മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ 1000-ൽ ഒരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ, ദൂതൻ അവരോട് കരുണ തോന്നി പറയുന്നു, ഞാൻ ഒരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു, പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക. ഇവിടെയെല്ലാം ഈ സഹനങ്ങളുടെ നടുവിൽ ഒരു രക്ഷകനെക്കുറിച്ചുള്ള അന്വേഷണം, ഒരു മധ്യസ്ഥനെക്കുറിച്ചുള്ള രക്ഷണം, ഇതെല്ലാം യേശുവിലാണ് ചെന്നെത്തുക. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നമ്മുടെ രക്ഷയുടെ മധ്യസ്ഥനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുമ്പോൾ, ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ആഗ്രഹിച്ചു. അവൻ്റെ സഹനത്തിൻ്റെ തീച്ചുളയിൽ കിടന്നുകൊണ്ട് ദൈവത്തിനും മനുഷ്യനിടയ്ക്ക് ഒരു മധ്യസ്ഥനം ഉണ്ടായിരുന്നെങ്കിൽ ഒരാഗ്രഹം പറയുക. ഈ നീണ്ട വാഗ്വാദങ്ങൾ, കോടതിയിലെ വാദം പോലുള്ള പരസ്പര വാദങ്ങളുടെ അവസാനം 38 അധ്യായത്തിൽ
ദൈവം ജോബിന് പ്രത്യക്ഷപ്പെടുക. ഏറ്റവും അവസാനമാണ് ദൈവം പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവം ജോബിനെ ആശ്വസിപ്പിക്കുകയല്ല, പിന്നെയോ 100,000 ചോദ്യങ്ങൾ ചോദിച്ച് അവനെ അങ്ങ് ബോംബിടുക, ബൊമ്പാട് ചെയ്യുക. ഈ ചോദ്യത്തിനൊന്നും അവന് ഉത്തരം പറയാനില്ല. 1000 ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുക. അവനോട് ചോദിക്കുന്നു, പൗരുഷത്തോടെ നീ അരമുറുക്കുക, ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയാം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവ് നൂൽ പിടിച്ചതാറ്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദേവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടത് ആര്? ഗർഭത്തിൽ നിന്നും സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവർ ആര്? ഇങ്ങനെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അവന് ചോദ്യം ചെയ്യുകയാണ്. അവന് ചോദ്യം, നീ ഉത്തരം പറയുക, നീ ധൈര്യമുള്ളവനാണെങ്കിൽ എന്നോട് ഉത്തരം പറയുക എന്നവനെ വെല്ലുവിളിക്കുക. അവസാനം മൃഗങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ്, സിംഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മുതലയെക്കുറിച്ച് പറയുന്നുണ്ട്, കോഴിപ്പൂവനെക്കുറിച്ച് പറയുന്നുണ്ട്, കാട്ടാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ജാനം, നേരം വെളുത്തു എന്ന് കോഴിപ്പൂവൻ എങ്ങനെ മനസ്സിലാകുന്നു? അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷി മണലിൽ മുട്ടയിട്ട ശേഷം അത് ഓടിപ്പോകുന്നു, കുഞ്ഞുങ്ങൾ തന്നെ വിരിഞ്ഞു വരുന്നു, അതിൻ്റെ ജാന എവിടെയാണ്? മുതല ഒരു ചിങ്കണ്ണിയോ ഒരു മുതലയോ നിനക്ക് ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റുമോ? നിസ്സാരമായി ജീവികളെപ്പോലും നിയന്ത്രിക്കാൻ നിനക്കാവുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ചോദ്യം ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുക. അതിൻ്റെ ഉത്തരമായിട്ട് ഇങ്ങനെ 100 ചോദ്യങ്ങളുടെ ഈ ബൊമ്പാർഡ്മെൻറ്റ് നടന്ന ശേഷം 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് തുടർന്നു, ആക്ഷേപം പറയുന്നവർ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ എന്ന് പറഞ്ഞ് ദൈവം നിർത്തുകയാണ്. എന്നിട്ട് ഉടനെ ജോബ് പറയുകയാണ്. ജോബ് നിശബ്ദനാകുന്നു. ജോബ് കർത്താവിനോട് പറഞ്ഞു, 40-ാം അധ്യായം 3-ാം വാക്യം, 3 മുതലുള്ള വാക്യം, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വാ പൊത്തുന്നു, ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. കുമ്പസാരമാണ്. ദൈവം ചോദിച്ച ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം പോലും കൊടുക്കാൻ അവന് സാധിച്ചില്ല. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ സുല്ലിട്ടു, എനിക്ക് ഒരു ഉത്തരവും ഇല്ല. ഇതേ ഉത്തരം തന്നെ ഇതിൻ്റെ വേറൊരു രൂപത്തിൽ 42-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ, എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കും. ഇതാണ് അതിലെ ഈ 42 അധ്യായം ഉള്ള നീണ്ട ജോബിൻ്റെ പുസ്തകത്തിലെ ഈ ലോക സാഹിത്യത്തിലെ കീ വേഴ്സ് ഇതാണ്. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ അങ്ങയെ എൻ്റെ കണ്ണുകൾ നേരിട്ട് കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. അപ്പോൾ കേട്ടുകേഴ്വി വെച്ച് ദൈവത്തെക്കുറിച്ച് പറയുന്നതും ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ
ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അന്നേരം ഉള്ളത് 2 റിയാക്ഷൻസാണ്. 73-ാം അധ്യായത്തിലും 73-ാം സങ്കീർത്തനത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ഐശ്വര്യം കണ്ട് ഞാൻ കോപിച്ചു, എന്നാൽ ഞാൻ ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ ജീവിതം നാശത്തിൽ കലാശിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ദൈവത്തെ വേറൊരു രൂപത്തിൽ കാണുകയാണ്. അങ്ങനെ ഒരു കൺവേർഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വേറെ ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ പറയുന്നു, എനിക്ക് ഇനി വേറൊന്നും വേണ്ട, എനിക്ക് പരാതിയില്ല, എൻ്റെ സഹനം അവസാനിച്ചു, നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. ഇതാണ് ഈ നമ്മുടെ ക്രിസ്ത്യൻ തിയോളജി, കാത്തലിക് തിയോളജിയിൽ മനുഷ്യൻ്റെ അന്ത്യം എന്താണ്? അതായത് ദ ബ്ലിസ്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഓഫ് സീയിങ് ഗോഡ്, ദ വിഷൻ ഓഫ് ഗോഡ്. അതാണ് മനുഷ്യൻ്റെ അന്ത്യം. നിത്യമായിട്ട് ദൈവത്തെ ദർശിക്കുക, അതാണ് അവൻ്റെ ഇറ്റേണൽ ബ്ലിസ് എന്ന് പറയുന്നു, നിത്യമായ സൗഭാഗ്യം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ അനേകം കഷ്ടപ്പാടുകളിലൂടെ ജോബ് കടന്നു പോയെങ്കിലും അവൻ്റെ സർവ്വ പ്രശ്നങ്ങളും തീർന്നപ്പോഴാണ് ദൈവം നേരിട്ട് അവനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മണ്ടത്തരം, അതായത് മാനുഷിക യുക്തി ഉപയോഗിച്ച് ദൈവത്തെ മനസ്സിലാക്കാനുള്ള അവൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് സുല്ലിട്ട് കുമ്പിട്ട് പൊടിയിലും ചാരത്തിലും കിടന്ന് അവൻ പറഞ്ഞു, ഞാൻ ഒരു തിര്യക്കിനെ പോലെ, ബുദ്ധിയില്ലാത്തൊരു മൃഗത്തെ പോലെ സംസാരിച്ചു പോയി, എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് അനുഭവിക്കുന്നു, എനിക്ക് നിൻ്റെ ദർശനം കിട്ടിയത് ധാരാളം മതിയാവും. അങ്ങനെ ജോബിൻ്റെ ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ആദ്യം ചെയ്യുന്നത് ഈ ജോബിനെ കുറ്റപ്പെടുത്തിയ കൂട്ടുകാരെ ശാസിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീതിമാനായ ജോബിനെക്കുറിച്ച് നിങ്ങൾ അധർമ്മം സംസാരിച്ചു, അവനെക്കുറിച്ച് നിങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീതിമാനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങൾ 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവാൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. 42-ാം അധ്യായം 8-ാം വാക്യമാണ് വായിച്ചത്. ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ, പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്, കത്തോലിക്കർ മറിയാമിനോട്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട് എന്നിവിടെ പറയുകയാണ്. നീതിമാനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ശിക്ഷ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ, നീതിമാന്മാരുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമുക്ക് കോട്ടയാണ് എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ നീതീകരിക്കപ്പെട്ട സന്തോഷത്തോടെ തിരികെ പോയി. ദൈവം എന്ത് ചെയ്തു? ഈ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ഐശ്വര്യങ്ങൾ കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു. കാരണം ദീർഘനാൾ ഇവരാരും ഇവനെ വിട്ടുപേക്ഷിച്ച് പോയി. കാരണം കുഷ്ഠരോഗം പിടിച്ച ഒരാളെ കാണാനോ അവനോട് സംസാരിക്കാനോ ആരും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ അവൻ്റെ കുഷ്ഠം മാറി, പഴയ സമ്പത്തെല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ കൂട്ടുകാരെല്ലാം തിരിച്ചു വന്നു,
വീട്ടുകാരെല്ലാം തിരിച്ചു വന്നു. എല്ലാവരും അവനെ പ്രതി സന്തോഷിച്ചു. അവർക്ക് ഈ വന്നവരെ എല്ലാം ഓരോ സ്വർണ്ണ നാണയം അവന് സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ വന്ന പാർട്ടികളെല്ലാം ധനികന്മാരായതുകൊണ്ടാണല്ലോ സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുത്തത്. അതുപോലെ അവന് പഴയ പോലെ തന്നെ 3 പുത്രിമാരും 7 പുത്രന്മാരും ഉണ്ടായി. അങ്ങനെ അവന് തൻ്റെ ജീവിതം പുനരാരംഭിക്കുകയാണ്. ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായി സ്ത്രീകളിൽ ആ ദേശത്ത് എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പിതാവ് ഓരോ സഹോദരനും അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു. അങ്ങനെ ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ കാണുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണായുസ് പ്രാപിച്ച് ജോബ് വൃദ്ധനായി മരിച്ചു. അങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ നീണ്ട സ്റ്റോറിയിൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ ആരും ചോദ്യം ചെയ്യരുത്. ദൈവം ആര്, നമ്മളാര്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കുകയും അതിനെ നിരന്തരം പരിപാലിക്കുകയും കണ്ണിലെണ്ണയൊഴിച്ച് നമുക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കാരുണ്യം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവം ഒരിക്കൽ പ്രവർത്തിക്കും. ദൈവമാണ് അവസാനത്തെ നമ്മുടെ രക്ഷകൻ. അതുകൊണ്ട് ഈ നീണ്ട ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലോക സാഹിത്യത്തിലെ ബൈബിളിലെ ഏക കൃതിയായ ജോബിൻ്റെ പുസ്തകം വളരെയധികം ഫിലോസോഫിക്കലായിട്ട് തത്വജ്ഞാനത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഇടം പിടിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ യുക്തിയും ന്യായവും ഒക്കെ ഫിലോസഫിയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ വലിയ ദൈവശാസ്ത്രവും ഇതിനകത്ത് തന്നെ ഉണ്ട്. ലോകത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത വേദനയുടെ പ്രശ്നം, എന്തുകൊണ്ട് നീതിമാൻ സഹിക്കണം എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണ ഉത്തരം ആയിട്ടില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരം ക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമേ ലോകത്തിന് നൽകപ്പെടുകയുള്ളൂ. ഈ കുരിശിൻ്റെ രഹസ്യം മനസ്സിലാക്കാതെ ആർക്കും സഹനത്തിൻ്റെ രഹസ്യം മനസ്സിലാകത്തില്ല. കാരണം സഹനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം മരിക്കുന്നിടം വരെ സഹിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം ഒരു വിജ്ഞാന പുസ്തകമാണെങ്കിൽ പോലും അത് ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ കുരിശിലാണ് ദൈവത്തിൻ്റെ വിജ്ഞാനവും ശക്തിയും പ്രകടമാകുക. നമുക്ക് വേറൊരു അവസരത്തിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.